നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം 2-ാം ഭാഗം. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തുവിൻ. ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം നൽകുകയാണിവിടെ. ദൈവത്തെ മറന്ന ജനം ദൈവത്താൽ കൈവിടപ്പെട്ടപ്പോൾ ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെട്ടു. പരദേശത്ത് പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നു. ഏറെക്കാലത്തിനു ശേഷം മടങ്ങി വന്നവർക്ക് ന്യായപ്രമാണം വായിച്ചു കേട്ടപ്പോൾ അനുതാപവും ഏറ്റുപറച്ചിലുമുണ്ടായി. തങ്ങൾ തകർന്നു പോകാൻ കാരണമെന്തെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് ഹൃദയപൂർവ്വം മടങ്ങി വരാൻ തയ്യാറായി. ദൈവം വിശുദ്ധനാകയാൽ ദൈവത്തെ ആരാധിക്കുന്നവരും വിശുദ്ധരാകണം. പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരിൽ നിന്നുയരുന്ന സ്തുതിസ്തോത്രങ്ങൾ ദൈവത്തിന് ദുർഗന്ധമായി തീരും. ദൈവം അതൊരിക്കലും സ്വീകരിക്കുന്നില്ല. ആകയാൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്നതിന് മുൻപ് ഒരു സൗരഭ്യവാസനയുളവാക്കുന്ന ആരാധന അർപ്പിക്കാനായി നാം വിശുദ്ധരായിത്തീരണം. ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് അനുതാപവും മാനസാന്തരവും ഉണ്ടാകണം. ഹൃദയം ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറയണം. ഇന്നും നമ്മുടെ കാതുകളിൽ ആരാധനയ്ക്കായുള്ള ആഹ്വാനം മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. സർവപ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിന് ഉചിതമായ ആരാധന അർപ്പിക്കാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ ഹൃദയം കാണുന്ന ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാനില്ല. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.